ഹായ്. നമ്മുടെ ചരിത്രം സൃഷ്ടിച്ച ഒരു കൗൺസിലർ ഡെപ്യൂട്ടി മേയറായി അല്ലെ? ചിലർ വരുമ്പോൾ ചരിത്രം തിരുത്തി എഴുതും എന്ന് പറയുന്ന പോലെയായിരുന്നു അൻസിയുടെ വരവ്. പറയും 5 വർഷമാകുന്നു. എന്തൊക്കെയാണ് നമ്മള് ഡിവിഷനിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് വിലയിരുത്താമോ? ഡിവിഷനില് ഞാനൊരു ഇലക്ഷനായിട്ട് മുമ്പോട്ട് നേരിട്ട് സ്ഥാനാർത്ഥിയായി വന്നപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതേപോലെ എന്നോട് ചോദിച്ചത് എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തോണ്ട് പോകാം. അപ്പൊ ചോദിക്കല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് നമ്മുടെ മട്ടാഞ്ചേരി ഫോർട്ട് വെച്ചൊക്കെ ഭാഗം വെച്ച് നോക്കുമ്പോ ഭവന രഹിതരാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം തന്നെ. കാരണം അപ്പോഴും നമുക്കും ഭവനം ഇല്ലാത്ത ഒരാളായിരുന്നു അല്ലെ. അപ്പൊ മട്ടാഞ്ചേരി ജനിച്ചു വളർന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം. മെയിൻ പ്രശ്നം അതാണ്, ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണ്. കാരണം നമുക്കിപ്പോ അന്നൊരു നിത്യവൃത്തിക്കുള്ള ഒരു രൂപ കിട്ടിയാലും വാടകക്ക് പോണ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതില് മുൻതൂക്കം കൊടുത്തോണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പൊ അത് ഒരുവിധം ഇടപെട്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു തുരുത്തിയിലെ 394 ടവറില് എന്നുള്ളൊരു കയ്യൊപ്പം കൂടി ഉണ്ട്. അതിലൊരു വലിയ സന്തോഷം തോന്നുന്നുണ്ട് അല്ലെ? 394 വീട് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകളുടെ സന്തോഷം നമ്മളെല്ലാവരും നേർക്കാഴ്ചയായിട്ട് കണ്ടതാണ് അല്ലെ, ഉദ്ഘാടന പരിപാടിക്കൊക്കെ. പിന്നെ അതൊരു ഡിവിഷനെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഒരുപാട് വീടുകൾ ചെയ്തു കൊടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു MC കയറിയ സമയത്ത് തന്നെ ഏതോ 2-3 വീട് 5 വീട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കൊച്ചിൻ കോർപ്പറേഷനിൽ ആദ്യത്തെ ഒരു കൗൺസിലർ കംപ്ലീറ്റ് ചെയ്ത കല്ലിട്ടതും നമ്മൾ തന്നെയാണ്, അത് പൂർത്തീകരിച്ചത് നമ്മൾ. പക്ഷെ അതൊരു വലിയൊരു ഇത് കൊടുത്ത് പബ്ലിസിറ്റി കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, കൊറോണന്റെ സമയമായതുകൊണ്ട്. പിന്നെ അവരും ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി വാടകക്കൊക്കെ താമസിക്കുന്നത് കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കേറട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മേയറിനെ കൊണ്ടുവരാനോ ഒന്നും പറ്റിയില്ല. നമുക്കൊരു ഉദ്ഘാടന ചടങ്ങ് പോലെ പറ്റിയില്ല. അവര് തന്നെ ചെറിയൊരു ചായ സൽക്കാരം പോലെ വെച്ചിട്ടാണ് നടത്തിയത്. കൊച്ചിൻ കോർപ്പറേഷന്റെ ഇതില് ഭവനത്തിന്റെ ഇത് ഫസ്റ്റ് തുടക്കം ഇടുന്നത്. അതെ, ഞാൻ ഡിവിഷനിൽ അത് ചെയ്ത്. പിന്നെ മഹാജനവാടിയില് ഞാൻ കേറുമ്പോ 3 വീട് പൊളിച്ചിട്ടേക്കണായിരുന്നു. അപ്പൊ നമ്മള് പുതിയതായി കയറി വന്നപ്പോ എന്ത് ചെയ്യും, ഏത് ഫണ്ട് എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴും നമുക്കത് പഴയ ഒരു പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ച് ആ 3 ഭവനം നല്ല രീതിയിൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ നമ്മുടെ ലോബോ ജംഗ്ഷന്റെ അവിടെ ആലഞ്ചുവട് കോളനി 5 വീടിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി. ഇനി ഇലക്ട്രിക്കലും കൂടി കഴിഞ്ഞാൽ, പ്ലംബിങ്ങും കൂടി കഴിഞ്ഞാൽ അവിടുത്തെ 5 വീട് നമുക്ക് കൊടുക്കാം. അപ്പൊ അൻസിയാന്റെ ഒരു കാഴ്ചപ്പാട് വീട് കൊടുക്കണം എന്നുള്ളതിലേക്ക് ഒരുവിധം എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു വാഗ്ദാനം കൊടുത്തില്ലെങ്കിലും പൂർത്തീകരിക്കാൻ എനിക്കത് പറ്റും എന്നുള്ള സംഭവത്തിലേക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഭൂമിയും ഭവനവും ഇല്ലാത്തവരും പിന്നെ സ്വന്തം ആധാരമുള്ളവര്. പിന്നെ നമുക്കറിയാം ഡിവിഷൻ മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വഖഫിന്റെ ഭൂമികളാണ്. അവിടെ നമുക്ക് നഗരസഭക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു പരിമിതി ആൾക്കാരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ കുറെ ആളുകൾക്ക് അറിയാം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് അവർക്കറിയാം. പിന്നെ നമുക്ക് PMAY ഭൂമിയുള്ളവർക്ക് ഭവനം നിർമ്മിക്കാൻ വേണ്ടിയുള്ള നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതില് ഒരു 75ഓളം വീടുകൾ നമുക്ക് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്കൊന്ന് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലത്തെ ഭവനത്തിന്റെ പ്രശ്നങ്ങൾ പബ്ലിസിറ്റി ഇല്ലാത്തതിന്റെ പേരില് ആൾക്കാർ അറിയാത്തോണ്ടായിരിക്കും അല്ലെ? ആ ഒരു ഇനീഷ്യേറ്റീവ് അറിയാതെ പോയത്. എല്ലാ ദുഃഖം അത് ഇപ്പൊ ആദ്യം അറിയാലോ, നമ്മളിപ്പോ ഒരു വീട്ടമ്മ എന്ന രീതിയിൽ പുറത്തോട്ട് വന്ന, അതുപോലെ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞൊരു വാർഡിനെ പറ്റി എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് കൗൺസിലറായി, അതൊരു വനിത, പിന്നെ ഒരു വീട്ടമ്മ, കുറെ എക്സ്പീരിയൻസിന്റെ കുറവുണ്ട് നമുക്ക്. പിന്നെ അങ്ങനെ വെച്ച് നോക്കുമ്പോ അതൊക്കെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കണം. നമ്മള് വിചാരിച്ചിരിക്കണത് പാവപ്പെട്ടവരെങ്ങനെയെങ്കിലും ആവശ്യമില്ലാന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ്. പക്ഷെ പിന്നീടാണ് ഇതെല്ലാം ഇതിൽ വേണം. കാരണം ആളുകൾ അറിയണമല്ലോ. കാരണം നമ്മള് ജനപ്രതിനിധിയാണ്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആൾക്കാർ അറിയണം. ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിരിക്കുന്നത് ആയിരിക്കും. കാരണം ഡിവിഷൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഡിവിഷനിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. പക്ഷെ ഡെപ്യൂട്ടി മേയർ എന്നുള്ള ഒരു ചുമതല ഉള്ളത് കൊണ്ടിട്ടാണെന്നുള്ളത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? അത് എനിക്ക് തോന്നുന്നു ഡിവിഷനിൽ ചിലപ്പോ അവരുടെ ഒരു പരിമിതി, എന്റെ ഒരു പരിമിതി അവർക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ അത്രത്തോളം അറിയാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ അവർക്ക് മുമ്പിലിരുന്ന കൗൺസിലർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ
ഒപ്പം തന്നെ അവരുടെ അത് എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന രീതിയിൽ അവർക്ക് എപ്പോ വേണമെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പൊ എല്ലാം അങ്ങനെ ചെയ്യാം. പക്ഷെ ഡെപ്യൂട്ടി മേയർ എന്നൊരു പദവിയും കൂടി നമുക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഡെപ്യൂട്ടി മേയറിന് ഇങ്ങനെയാണ് അതിന്റെ ഒരു കാഴ്ചപ്പാടിൽ എത്രത്തോളം കണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഡിവിഷനിൽ എനിക്ക് അറിയാലോ, ഒരു ഡെപ്യൂട്ടി മേയർ എന്ന് പറയുമ്പോൾ 5-ാം ഡിവിഷൻ മാത്രമല്ല 74 ഡിവിഷനിൽ നമ്മുടെ ഒരു സാന്നിധ്യം വേണം. ഓഫീസിൽ നമ്മുടെ സാന്നിധ്യം. അതെ. ഓഫീസിൽ രാവിലെ 10:30 മണിക്ക്, ചിലപ്പോ മാത്രമേ 10:30, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ 9-8:30 ഇറങ്ങേണ്ടി വരും. ഡെപ്യൂട്ടി മേയർ ആണല്ലോ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. വൈകിട്ട് വരുമ്പോഴും സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും. അപ്പൊ ഓഫീസിൽ നമ്മുടെ ഡിവിഷനിലോട്ട് പോകുന്നപ്പോഴത്തേക്കും ആളുകള് 5-ാം ഡിവിഷനിലെ ആളുകൾ മാത്രമല്ല എന്നെ കാണാൻ വരുന്നത്. ഈ 74 ഡിവിഷൻ എന്ന് പറയുമ്പോൾ പള്ളുരുത്തി, അവിടെ നിന്ന് ആരും വന്നില്ലെങ്കിൽ പോലും പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അങ്ങനെ ഇപ്പൊ കൂവപ്പാട്, അങ്ങനെ എല്ലാ ഡിവിഷനിൽ നിന്നും ആളുകൾ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് വരും. അപ്പൊ പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റാത്തൊരു പരിമിതി, അതിന്റെ സ്വയം വിമർശനമായിട്ടും കൂടി ഞാൻ പറയണേ. ഈ ഡിവിഷനിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഏകോപിപ്പിച്ചിരുന്നത്? അതായത് ഡിവിഷനിലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, എനിക്ക് അതൊന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതെങ്ങനെയാണ് കൊണ്ട് നടന്നിട്ടുള്ളത്? ഡിവിഷനിലെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ അറിയാലോ, നമ്മളെല്ലാരും ഒരു സാധാരണക്കാരും സാമ്പത്തികവും ഒക്കെ നമുക്കറിയാം. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോ ഒരു എക്സ്പീരിയൻസും സാമ്പത്തികവും എല്ലാം കൂടി വേണം ഒരാൾക്ക്, പുതിയൊരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ. അത് കഴിയുമ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ നമ്മൾ പഠിച്ച് എല്ലാത്തിനും തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. പക്ഷെ ഈ പ്രാവശ്യത്തെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ വന്ന ഒരു കൗൺസിലും ജനപ്രതിനിധികളാണ് നമ്മളെല്ലാവരും. പുതിയവരും പഴയവരും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കൗൺസിലും കൂടിയാണ്. അപ്പൊ ഇന്ന് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു വന്നതെന്ന് ചിലപ്പോ പൊതുജനങ്ങൾക്ക് അത്ര അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു ആവശ്യത്തിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. അത് ചിലപ്പോൾ അവരെല്ലാവരും അന്നന്ന് ഒരുപാട് ആളുകൾക്ക് അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകണം, അല്ലെങ്കിൽ അവര് എപ്പോഴും കൗൺസിലർമാരെ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ. കൗൺസിലറിന് ഡിവിഷനിൽ കാണാത്തൊരവസ്ഥ വരുമ്പോ തന്നെ രോഷാകുലരാകുന്ന ഒരു പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നത് അൻസിയ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവർക്ക് എത്തുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എപ്പോഴും കാണണം, അവര് എന്നോട് പറയാറുണ്ട്, അതാണ് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വിമർശനം. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നിന്ന് ഒരു ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിൽ ആദ്യം ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ അവർക്ക് അത്ര അറിയില്ല. കാരണം ഞാൻ വീട്ടിലുണ്ടായിട്ട് ചിലപ്പോ വരണില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും അവർക്ക്. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരെയും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഡിവിഷനിലുള്ള ആളുകളായിട്ട് ഇടപഴകണതും. അവർക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. കൗൺസിലർ ഓഫീസ് ഉണ്ടല്ലോ BSSL, അവിടെ ഇരിക്കാൻ സമയം കിട്ടാറുണ്ട്? അവിടെ ഇരിക്കാൻ സമയം കിട്ടാറില്ല. കാരണം വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ റോട്ടിൽ നിന്നൊക്കെ എന്റെ വണ്ടി കാണുമ്പോ തന്നെ എല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിലോട്ട് വരും. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഇല്ലാത്ത ചെറിയൊരു പ്രശ്നം തന്നെയായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ജനങ്ങളിലോട്ട് എത്തിച്ചാൽ സോഷ്യൽ മീഡിയയിലും അത്ര ആക്റ്റീവ് അല്ല. ആക്റ്റീവ് അല്ല. പക്ഷെ എന്തായാലും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശന വീഡിയോകളൊക്കെ അല്ല, അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞപ്പോ ഇതറിയാലോ, വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം ബ്രഹ്മപുരം തീപിടുത്തം, ഇതിനു മുമ്പ് നമുക്ക് ബ്രഹ്മപുരം തീപിടുത്തം ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു വലിയ വിപത്തായിട്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അതില് കുറെ ബുദ്ധിമുട്ടുകള്, അപ്പൊ അതിനൊക്കെ നമ്മൾ തരണം ചെയ്തു പോകാൻ കുറെ ബുദ്ധിമുട്ടുകൾ. വിപത്ത് മാത്രല്ലല്ലോ, വിപത്തിന് ഫോളോ അപ്പ് ആയിട്ട് നിങ്ങൾ ഒരു പരിഹാരം കാണാം. അതില് ഡെപ്യൂട്ടി മേയർക്ക് വലിയൊരു പങ്ക് അവിടെ വഹിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡിവിഷനിൽ മാലിന്യം നീക്കാതെ അവിടുത്തെ അങ്ങനെയൊക്കെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. പക്ഷെ എത്രത്തോളം ഡിവിഷനിലെ മാലിന്യ നീക്കത്തിന് നീക്കം ആദ്യം തന്നെ നമ്മൾ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം ഒരു 4 ഡിവിഷൻ ഹരിതകർമ്മസേന ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ 4 ഡിവിഷന്റെ ഹരിതകർമ്മസേന രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഈ 4 കൗൺസിലർമാരും. എനിക്കറിയാം നേരിട്ടും അല്ലാതെയൊക്കെ നമ്മൾ 4 ഡിവിഷനിലെ ഹരിതകർമ്മസേന അവർക്ക് 150 രൂപ ഫീസ് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ പിന്നെ അതുമല്ല, ഇതിനു മുമ്പ് അവർക്ക് അങ്ങനെ ഒരു പൈസ കൊടുത്ത് മാറ്റേണ്ട അനുഭവം ഇല്ല. അപ്പൊ അതിൽ കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകൾ വെച്ച് ഹരിതകർമ്മസേന നമ്മൾ സർക്കാരിന്റെ ഇതനുസരിച്ച് കുടുംബശ്രീ പ്രവർത്തകരെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് ആളെ എടുക്കാൻ പറ്റുള്ളൂമായിരുന്നു. അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകൾ കുടുംബശ്രീ ഒക്കെ വഴി, ആശാവർക്കർമാർ വഴിയൊക്കെ മീറ്റിങ്ങുകൾ നടത്തുമ്പോഴും നമ്മുടെ ഡിവിഷനിൽ നിന്ന് ആരും അങ്ങനെ താല്പര്യം കാണിച്ചില്ല ഈ ഇതിന് വരാൻ വേണ്ടി. പിന്നെ എന്റെ ഡിവിഷനിലെ ഒരു
4 പേരേ ഉള്ളൂ എന്റെ ഡിവിഷനിലുള്ളു. 5 പേര് എന്റെ ഡിവിഷനിലാണ്, ബാക്കി പുറത്തുനിന്നാണ് ആള്. അത് ഞങ്ങൾ മീറ്റിംഗ് എല്ലാം വെച്ചു. അവർക്ക് താല്പര്യം ഇല്ലാന്ന് അറിഞ്ഞതിന് ശേഷമാണ് പുറത്തുനിന്ന് ആളെടുത്ത് 13 പേർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ പ്രതിസന്ധി എല്ലാം മാറി. ഇപ്പൊ എല്ലാ ആളുകളും അവരോട് ഇണങ്ങിച്ചേർന്ന്. കാരണം നമുക്കറിയാം നമ്മുടെ ഇനി വരുന്ന തലമുറ ഇതേപോലെ ആവരുത്. ഇത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എന്നുള്ള ഒരു പ്രദേശം മാത്രമല്ലല്ലോ, ഇനി വരുന്ന തലമുറ പല സ്ഥലത്ത് പോയി ജീവിക്കാനുള്ളവരാണ്. ഇനി നമ്മുടെ പ്രദേശത്താണെങ്കിൽ പോലും ഇപ്പൊ അവരതെല്ലാം മാറ്റം വന്നു. ആദ്യം അവർക്ക് നമ്മളോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പൊ ബുധനാഴ്ച മാത്രമാണ് പ്ലാസ്റ്റിക്, അത് അവർക്ക് അറിയാം അല്ലേ. ഇപ്പൊ ചെരുപ്പും തുണി എപ്പോഴാണ് കൊണ്ടുപോകുന്നത്, വേസ്റ്റ് എപ്പോഴാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അന്നത്തെ ദിവസം അവരത് മാത്രം കൊണ്ടുവരാൻ അതിന്റെ രീതിയിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളാണെങ്കിലും അവര് നമ്മളോട് സഹകരിച്ച്. ഇപ്പൊ അവർക്കറിയാം എന്താണ് ഇത്, അങ്ങനെ കൂട്ടിക്കെട്ടി കൊണ്ടുപോയിട്ടാലുള്ള എന്താണെന്ന് അവർക്കറിയാം. അപ്പൊ അവര് നമ്മളോട് സഹകരിച്ച്. പിന്നെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു ഡിവിഷനും കൂടിയായിരുന്നു. അത് ഇപ്പൊ ഓരോ ഭാഗം എടുത്ത് നോക്കിയാൽ, ഇപ്പൊ കോമ്പാറമുക്ക് പ്രദേശം എടുത്ത് നോക്കിയാൽ എന്റെ ചെറുപ്പം മുതലേ ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ എനിക്കറിയാം ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാല് ഒരുപാട് ആക്രി കടകളും ഒഴിഞ്ഞ പറമ്പുകളും. ഇപ്പൊ SM ആണെങ്കിലും 65 സെന്റ് സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഒഴിഞ്ഞൊരു പറമ്പ് കാണുമ്പോ നമുക്ക് അത് എറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതെ, അപ്പൊ അത് ഒരു ഭാഗം അത് പറയൂലല്ലോ. ഇപ്പൊ എല്ലാം ഒരു കൗൺസിലർ ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ നടക്കും. ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും പറയാറുണ്ട്, ഒരു ഹെൽത്ത് സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു 20 തൊഴിലാളികളും ഒരു HAയും JHAയും ഒരു കൗൺസിലറും വിചാരിച്ചാൽ നമ്മളൊരു 10-16,000 പോപ്പുലേഷൻ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് ഒരു മാറ്റം വരാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മുടെ പ്രദേശം നോക്കേണ്ടത് നമ്മളാണ്. അതിൽ നമുക്കും കൂടി കുറച്ച് ഉത്തരവാദിത്വമുണ്ട്. കാരണം അവര് ഉദ്യോഗസ്ഥര് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി 3 മാസം ഇരിക്കും, ചിലപ്പോൾ ഒരു വർഷം. അവർക്ക് പറ്റാവുന്ന കാര്യങ്ങളെ അവരുടെ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോക്കണേ നമ്മള്, നമ്മുടെ പ്രദേശം നോക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അങ്ങനെ മാലിന്യത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ സാധിച്ചിട്ട്. ഇപ്പൊ കോമ്പാറമുക്ക് ഒരു പ്രദേശം എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാലിന്യം ആദ്യമായിട്ടൊരു തിരഞ്ഞെടുപ്പ് നേരിട്ടു. ആദ്യമായി കൗൺസിലിലേക്ക് വരുന്നൊരു കോർപ്പറേഷൻ വീട്ടമ്മയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കാതലായ, അതൊരു പുകഴ്ത്തി പറയുന്നതല്ല, ഞാനൊരു നമ്മൾ നിരീക്ഷണം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞ കോമ്പാറമുക്ക്, അതല്ലെങ്കിൽ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ഭാഗം, ഇതെല്ലാം നമ്മൾ കാണുന്നത് സിനിമ സെറ്റ് പോലെ ഇങ്ങനെ അല്ലെ, ഒരു നമ്മുടെ ഒരു ചേരി ഭാഗം സിനിമ സെറ്റിലൊക്കെ കാണിക്കുമ്പോ എങ്ങനെയാണ് ആ ഒരു പ്രതീതിയിലാണ് കഴിഞ്ഞത്. പക്ഷെ അവിടെ മാറ്റമുണ്ട്. ആ മാറ്റമൊക്കെ ഡെപ്യൂട്ടിമാർക്ക് അവകാശപ്പെട്ടതാണെന്നുണ്ട്. ഇതൊരു നേതൃത്വം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു ടീം വർക്ക് തന്നെയാണ്. എന്നാലും അതൊരു കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ഹോംവർക്ക് ചെയ്തു ഞാൻ ചോദിക്കുന്നത് അറിയാം. വീട്ടമ്മ എന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ് ചോദിക്കണം. അതായത് കുടുംബശ്രീയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അനുഭവം വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്? കോർഡിനേറ്റ് എന്നല്ല, അതേ അറിയാലോ. ഇപ്പൊ ഡിവിഷൻ എന്ന് പറയുമ്പോ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നപ്പോ ചിലപ്പോ എന്നിട്ടുള്ള ഒരു ഒത്തുചേരാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. കാരണം എന്താ വെച്ചാൽ അവര് കാണുന്ന ഒരു കാഴ്ചപ്പാടിലായിരുന്നില്ല എന്റെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. അങ്ങനത്തെ ഒരു ഇതിൽ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാൻ എല്ലാ കുടുംബശ്രീ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുക. ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കുടുംബശ്രീന്റെ എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ആശാ വർക്കർമാർ വെക്കണ ഹെൽത്ത് വാർഡ് അവലോകന മീറ്റിങ്ങുകൾ എല്ലാ മാസവും ഞാൻ പങ്കെടുക്കും. കാരണം നമ്മുടെ വാർഡിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ അവിടെ വന്ന് നമ്മൾ പുറത്ത് വിമർശിച്ച് 10 പേരോട് പറയണേക്കാളും നല്ലത് അവർക്ക് എന്താണോ വേണ്ടത് അത് ആ മീറ്റിങ്ങിൽ വന്ന് നമ്മളോട് നേരിട്ട് പറയാം. അങ്ങനത്തെ ഒരു കാര്യം കൂടി നമുക്ക് ഉണ്ടല്ലോ. പക്ഷേ ഇതെല്ലാം സിസ്റ്റം മാറ്റി കുറെയൊക്കെ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാം. കാരണം ഇനി ഇതുപോലെ ഒരു തുടർച്ചക്കാരി ചിലപ്പോ പുതിയ ഒരാളാവാം ഇനി വരുന്നത്, എക്സ്പീരിയൻസ് ഉള്ള ആളാവണമെന്നില്ല. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോ ഡിവിഷൻ കൊണ്ടുപോയേക്കണം. കാരണം ഞാൻ കുറച്ച് വിമർശനമാണ് അതാണ് എനിക്ക് കുറച്ച് വിമർശനങ്ങൾ നേരിട്ടാലും എനിക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങൾ വിമർശനങ്ങൾ ഞാൻ അതെല്ലാം അതിനുവേണ്ടി ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് ആ വിമർശനങ്ങളെ പ്രശംസകളാക്കി മാറ്റാനുള്ള കാര്യത്തിലാണ് അതെ. കാരണം വെച്ചാല് ഇപ്പൊ നമ്മള് ഇപ്പൊ വേസ്റ്റിന്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 23-23 നമ്മുടെ ഹോട്ട്സ്പോട്ട് ആയിരുന്നു ഡെങ്കു, മഞ്ഞപ്പിത്തം എല്ലാം 5ാം ഡിവിഷനായിരുന്നു ഹോട്ട്സ്പോട്ട് ആയിട്ട് തന്നെ അവര് കണ്ടിരുന്നത്. ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഇത് വ്യാപിക്കും. പക്ഷെ നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അങ്ങനെ ഉണ്ടായില്ല. അതെ, നമുക്കൊരു വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം പിന്നെ വെച്ചാൽ നമുക്കറിയാം കാനകളുടെ ഒക്കെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കാനകളും നമ്മൾ ക്ലീൻ ചെയ്താലും വീടും കാനകളും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമ്മൾ കാലെടുത്ത് വെക്കണ അടുക്കളയിലോ അല്ലെങ്കിൽ ഹോളിലോട്ടും ഇറക്കി വെക്കണത് കാനന്റെ
സ്ലാബിന്റെ മുകളിലോട്ടാണ്. അത്രയാണ് നമ്മുടെ ഡിവിഷന്റെ ഒരു ഇത്. അപ്പൊ അതില് ചെറിയ പ്രശ്നം, ഒരു കുപ്പിന്റെ മൂടി തടഞ്ഞാൽ പോലും ആ ഭാഗം ബ്ലോക്ക് ആവും. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം നേരിടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും റോഡുകളും ചെറിയ കാനകളും എല്ലാം സ്ലാബ് ഇട്ട് മൂടി ടൈലിട്ട് മൂടിയേക്കണം. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലാബാണ്, അതെങ്ങനെയൊക്കെ വന്നാലും നമുക്കൊന്ന് ഒരാൾക്ക് തന്നെ പെട്ടെന്ന് പൊക്കി നമുക്കൊരു കുഞ്ഞു തൂമ്പയൊക്കെ വെച്ച് നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് ചെയ്യാൻ പറ്റും. ഇത് അതൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു ടൈല് പൊട്ടിക്കുമ്പോ എല്ലാ ടൈലും ഇളകും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റീസെറ്റ് ചെയ്യാനുള്ള പറ്റൂല. അപ്പൊ പിന്നെ അതില് ആ കുട്ടികള് അല്ലെങ്കിൽ പ്രായമായവരൊക്കെ തടഞ്ഞു വീഴും, അല്ലെങ്കിൽ എലി വന്ന് പിന്നെയും കേറി, അങ്ങനത്തെ ഒക്കെ കുറെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ചെയ്തേക്കണ എന്റെ എല്ലാ വർക്കുകളിലും ഞാൻ സ്ലാബ് കാണന്റെ മുകളിൽ ഇട്ടിട്ടില്ല ടൈല്. അപ്പൊ ഇനി വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ ഒരു വിപ്ലവം സൃഷ്ടിച്ചൊരു കാര്യം, ഒരുപാട് വർഷങ്ങളിലായിട്ടും കോരാത്തൊരു കാണ പൊക്കി ക്ലീൻ ചെയ്ത് അല്ലെ, എനിക്ക് തോന്നുന്നു വേറെ എവിടെയും അത് ചെയ്തിട്ടില്ല. അത് നമ്മളോട് അവര് നന്നായിട്ട് സഹകരിച്ച് അതെല്ലാം മാറ്റി നമ്മൾ നല്ല രീതിയിൽ ടൈല് വിരിച്ച്, അത് ഒരുപാട് പേർക്കുള്ള മറുപടിയാണ്. അതെ അങ്ങനെ കട്ട വിരിച്ചു. പിന്നെ ഈ പറഞ്ഞ വീടുകളുടെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നാണ് അതെല്ലാം പണിത് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ നമ്മൾ വന്ന് നമ്മുടെ ഇഷ്ടത്തിന് ഒരു കല്ലിട്ട് ചെയ്യണ പോലെ അല്ല. നമുക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ പൈസ കൊടുത്ത് ചെയ്യണ പോലെ അല്ലല്ല. നഗരസഭന്റെ എന്നൊക്കെ പറയുമ്പോ അതിന്റെ റൂളിലല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ പുതിയൊരാൾ ഇങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് എന്താണ് എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളായിരുന്നു. എങ്കിലും ഒരു 13 വീട് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഒരു ഡിവിഷനിലും അങ്ങനെ ഒരു 13 വീട് ചെയ്തിട്ടില്ല. പിന്നെ PMAY, പിന്നെ റിപ്പയറിന് ഒരു 6 വീട്, പിന്നെ ഇപ്പോ ലൈഫ് പദ്ധതി പ്രകാരം നമ്മുടെ ഡിവിഷനിൽ നിന്ന് അത് നമുക്ക് സന്തോഷം ചെയ്യുന്ന കാര്യം തന്നെ. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ലൈഫ് എന്ന് പറയുമ്പോ തന്നെ ഇവിടെ നിന്ന് ആരും പോകാൻ തയ്യാറല്ല. പല സ്ഥലങ്ങളിലും പോകാൻ തയ്യാറല്ല. പിറവം കൂത്താട്ടുകുളത്ത് നിന്നൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ഈ ആനവാതിലിൽ നിന്ന് തന്നെ 33 പറമ്പിൽ നിന്നൊക്കെ അവർ ഒരുപാട് പേര് കത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു അന്വേഷണത്തിൽ ഒരു 4 വീട്, ഒരു 3 വീടോളം നമ്മുടെ ഡിവിഷനിൽ അവിടെ പണിയുന്നുണ്ട്. പിന്നെ ഒരു 10 പേരോളം എഗ്രിമെന്റ് വെക്കാനുണ്ട് സ്ഥലത്തിൽ. ഇതൊന്നും പുറത്തറിയുന്നില്ല, എഗ്രിമെന്റ് വെക്കാനുണ്ട്. പിന്നെ നമുക്ക് ഡിവിഷൻ എടുത്ത് നോക്കണമെങ്കിൽ എല്ലാ റോഡുകളും തിരികെ വിമർശനം ഉണ്ടായ ഒരു റോഡ് മാത്രം നമുക്ക് ജീവമാത പള്ളിയുടെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടില് അത് ഇപ്പൊ എല്ലാം ക്ലിയർ. പിന്നെ കൂനംകുരിശിന്റെ റോഡ് അത് നാളെ ഈ പ്രസ്തുത ജനകീയാസത്തിൽ വർക്ക് ബാക്കി എല്ലാ റോഡും ക്ലിയർ ചെയ്തു. കാണുകളെല്ലാം മഴക്കാലപൂർവ്വ കുടിവെള്ളത്തിന്റെ ഇപ്പൊ ഒരു 570ഓളം ഫ്രീ കുടിവെള്ള കണക്ഷൻ കൊടുത്തു. അപ്പൊ അത് കുടിവെള്ള കണക്ഷത്തിന്റെ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക്. ഇനി ഞങ്ങൾ ഇറങ്ങിയാലും പൊതുടാപ്പുകൾ ഇല്ലാണ്ടായാലും അവർക്ക് ഇനി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. എല്ലാ കുടിവെള്ള കണക്ഷനുകളും അതേപോലെ തന്നെ എല്ലാം കൊടുത്ത്. വാർഡ് സഭ അല്ല, ഏറ്റവും വലുതാണ് നമുക്ക് വാർഡ് സഭ. എനിക്ക് തോന്നുന്നത് അവര് വാർഡ് സഭ ഒരു ഇല്ലാത്തൊരു ഡിവിഷനും കൂടിയായിരുന്നു. എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വാർഡ് സഭ അങ്ങനെ. ഇപ്രാവശ്യം പക്ഷെ എല്ലാ കൗൺസിലർമാരും വാർഡ് സഭയൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ എല്ലാ മേഖലയിലും പെട്ട ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു കാര്യങ്ങൾ. റോഡുകള് നമുക്കിപ്പോ വാർഡ് സഭയിൽ വെക്കുമ്പോ നമുക്ക് എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിയാത്തത് കൊണ്ട് ആ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ മാത്രമാണ് വാർഡ് സഭയിൽ നമ്മൾ കയറ്റുന്നത്. പിന്നെ ഇടറോഡുകളാണ്. ഇടറോഡുകൾ നമുക്കറിയാലോ, ചെറിയ ചെറിയ പറമ്പുകളായതുകൊണ്ട് ഒരുപാട് ഇടറോഡുകളുണ്ട്. എന്നാലും ഒരുപാട് എല്ലാ ഇടറോഡുകളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കട്ട വിരിച്ച് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ സ്ലാബിന്റെ മുകളിലെ ടൈലാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്ന ഈ പാർക്ക് ഉണ്ടല്ലോ, അത് ഡെപ്യൂട്ടി മേയറുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. എന്റെ സ്വപ്ന പദ്ധതി CSM ആദ്യ പ്രൊജക്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാന് കൗൺസിലറായി വരുമ്പോ ഈ പാർക്കിന്റെ മരത്തിന്റെ ഒപ്പം വേസ്റ്റ് ആയിരുന്നു ഇതിന്റെ ഉള്ളിൽ. ബോട്ട് ജെട്ടി അങ്ങനെ തന്നെയായിരുന്നു. ബോട്ട് ജെട്ടിയും കോവിഡിന് മുമ്പ് പോലെ ഇതുപോലെ സർവീസ് ഇല്ലാത്തത് കൊണ്ട് ഈ ബോട്ട് ജെട്ടിയും ഈ പാർക്കും ഒക്കെ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം തുടങ്ങിയപ്പോഴാണ് ഞങ്ങള് വേസ്റ്റ് എല്ലാം ഞങ്ങളുടെ സർക്കിളിൽ നിന്ന് ആളുകളെ വെച്ച് എല്ലാം കംപ്ലീറ്റ് മാറ്റി. ബോട്ട് ജെട്ടി നവീകരണത്തിനും അന്നത്തെ ദിവസം ഉദ്ഘാടനത്തിനുമാണ് ബോട്ട് ജെട്ടിയിലെ കംപ്ലീറ്റ് വേസ്റ്റ് മാറ്റിയത്. പക്ഷെ ഇന്ന് ഈ ഭാഗമൊക്കെ വളരെ ഈ ഭാഗം ഇപ്പൊ ശരിക്കും ഒരു ടൂറിസ്റ്റിന് വന്ന് നിൽക്കാവുന്ന ഒരു പ്രതീതിയിലോട്ടായി. ഇപ്പൊ നമുക്ക് കട 21 കട നിങ്ങൾക്ക് കാണാം. ഇങ്ങനത്തെ കടകൾ ഈ ഷീറ്റിട്ട കടകളിൽ നിന്നാണ് ഇതേപോലെ നല്ല രീതിയിലുള്ള കടകൾ ഇപ്പൊ ചുറ്റോട് ചുറ്റും നമ്മൾ പണിതേക്കണം. അപ്പൊ അതിന്റെ ഉദ്ഘാടനം വരുന്ന പാർക്കിന്റെ ഒപ്പം തന്നെ 21 എണ്ണം 21 കിയോസ്ക് അവരെ പുനരുദ്ദേശിക്കാൻ പറ്റിയതാണ് ഏറ്റവും കൂടുതൽ. അതൊന്നും സോഷ്യൽ മീഡിയ എത്ര ചർച്ചയൊന്നായിട്ടില്ല. 21 ഒരു 13 വീട് എന്ന് പറയുന്നേക്കാളും സന്തോഷം. 21 പേർക്ക് കുടുംബങ്ങൾ ഉപജീവനം. അതല്ല അവർക്ക് നല്ല രീതിയിൽ ഒരു കട. അതെ
ഷീറ്റ് മഴയൊന്നും വാടക അധികം ഇല്ല, വാടക ഒന്നും അധികമില്ല. അവർക്ക് തറവാടക പോലെ ചെറിയ ഒരു വാടക ഈടാക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നാളെ ഒരു പ്രശ്നത്തിലോട്ട് പോകുമ്പോ അവർക്ക് കോർപ്പറേഷനായിട്ട് ലിങ്ക് ചെയ്യാനും കൂടിയാണ്. കാരണം നമ്മൾ കോർപ്പറേഷനായിട്ട് ഒരു ലിങ്ക് ഇല്ലെങ്കിലാണ് ഇവര് ഹെൽത്തിൽ നിന്ന് വരുമ്പോ ഇവര് കടവൊക്കെ മാറ്റാനും, അപ്പൊ ഇവർക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ട്. അതില്ലാതിരിക്കാനാണ് ചെറിയൊരു തറവാടക പോലെ നിശ്ചയിക്കുമ്പോ അവരും കോർപ്പറേഷനിൽ ലിങ്കായി. അപ്പൊ പിന്നെ നാളെ ആര് വന്നാലും അവർക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് മാത്രം ഒരു ചെറിയ വാടക നല്ലൊരു കാര്യമാണ്. കാരണം ലോക ടൂറിസം മാപ്പിൽ ഒരു പ്രത്യേക ഇടമുള്ള ഒരു സ്ഥലമാണ് വട്ടാഞ്ചേരി. അപ്പൊ ഇതുപോലുള്ള മാറ്റങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും നമ്മൾ കയറി ഉടനെ തന്നെയാണ് ജൂട്ട് ടൗൺ. അത് ഞാൻ പറഞ്ഞ ഉദ്ഘാടനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയിക്കാം. നമുക്കറിയാലോ ജൂട്ട് ടൗൺ, ജൂതത്തെരുവൊക്കെ എങ്ങനെയാണ് ഇപ്പൊ. എവിടെ എല്ലാ ആളുകളും വന്നാലും ആദ്യം പോകുന്നത് അവിടെയാണ് അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ കല്യാണത്തിന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത് അവിടെയാണ്. അവിടെ അത്രയും ഒരു ഡെവലപ്പായ ഏരിയ. ഇപ്പൊ വാട്ടർ മെട്രോ, പാർക്ക്, നമ്മുടെ ജെട്ടിയൊക്കെ വരുമ്പോ തന്നെ, കടകളൊക്കെ വരുമ്പോ തന്നെ ഈ ഭാഗം വളരെ മനോഹരമായി മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഡിവിഷൻ നമ്മൾ പറയുമ്പോ ഇപ്പൊ മേയറൊക്കെ ഇടക്ക് പറയണ പോലെ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു കാനേ റോഡ് മാത്രമല്ല, ഇതും നമ്മുടെ കാഴ്ചപ്പാടിലാണ് വേണം. എനിക്ക് തോന്നുന്നു ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാട് മാറ്റമാണ് അനിൽകുമാർ അഡ്വക്കേറ്റ് മേയറുടെ ഒരു ഇതില്. കാരണം സാധാരണ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോ ഈ പറയുന്ന പോലെ കാണാൻ റോഡ്, പക്ഷെ പുള്ളിക്കാരന്റെ ഒരു വലിയൊരു വ്യൂ അത് നിങ്ങളുടെ ടീമിലേക്ക് അത് തരാനായിട്ട് എനിക്ക് തോന്നുന്നു. പ്രിയ പ്രശാന്ത് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വേറൊരു കൗൺസിലർ ആണല്ലോ BJP-യുടെ, എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങള് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയതും. അതെ, ഇപ്പൊ നമ്മുടെ പ്രദേശം എന്ന് പറയുമ്പോ ഇപ്പൊ കൗൺസിലർ ഒരു ഡെപ്യൂട്ടി മേയർ ആയിട്ട് ഇരിക്കുമ്പോ 5ാം ഡിവിഷൻ എന്നുള്ളൊരു ഇതല്ല. ഈ ഇത്രയും നമ്മുടെ ഇപ്പൊ ഒന്ന് തൊട്ടെടുത്ത് നോക്കിയാൽ തന്നെ എല്ലാ റോഡുകളും, എല്ലാ ഓപ്പൺ സ്പേസുകളൊക്കെ വളരെ മനോഹരമാക്കി, LED ലൈറ്റുകള്. അപ്പൊ നമുക്ക് ഇല്ലാത്തൊരു ഇതിലോട്ട് പോകുമ്പോ അതിലും കൂടി നമ്മളും കൂടി ഉണ്ടെന്ന് പറയുമ്പോ ഒരു സന്തോഷം. ഇപ്പൊ ഈ 5ാം ഡിവിഷൻ ആണ് ചെറിയൊരു മിനി ഇന്ത്യയുടെ പരിചയം. മട്ടാഞ്ചേരി എന്ന് പറയുമ്പോ 5ാം ഡിവിഷൻ ഒരു ഭൂരിഭാഗം അതിൽ പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ 16 ഭാഷകൾ സംസാരിക്കുന്ന 32 കമ്മ്യൂണിറ്റികളുള്ള അല്ലെ, 5 അപ്പൊ അതൊക്കെ അത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ. അല്ല, അത് മാത്രല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഷനും വലുതാണല്ലോ. 3ാം ഡിവിഷൻ ഒരു ബോർഡർ 3, 4, 6, 7 അതിനെ ചുറ്റിപ്പറ്റി 5 കിടക്കണത്. അപ്പൊ അത്രയും ഒരു വലിയ ഡിവിഷനും കൂടിയാണ്. എങ്ങനെ നമ്മൾ ഓടിയെത്തിയാലും എത്താൻ അങ്ങോട്ട് പറ്റും. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഡെപ്യൂട്ടി മേയർ ഇത് കൊണ്ടെത്തിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലെ വിവാദം എന്ന് പറയുമ്പോ ഈ ഇത്രയും ബ്രഹ്മപുരം കത്തി ഇത്രയും പ്രതിസന്ധിയിൽ എല്ലാ ഡിവിഷനും നിൽക്കുമ്പോഴാണ് 5ാം ഡിവിഷൻ എന്നെയും കൂടി വിമർശനമായിട്ട് കാണിക്കുന്നത്. അപ്പൊ അത് ഒരുപാട് ആളുകൾക്ക് അറിയാം. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ. ഞാൻ ആരാണെന്നും ഞാൻ എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു വിമർശനങ്ങൾ വരുമ്പോ അധികം ആളുകള് അപ്പൊ തന്നെ എന്നെ വിളിക്കും, എന്താണ് ഇങ്ങനെ ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ഒരു വിഷയം. അപ്പൊ ഞാൻ ഇതാണ് വിഷയം. അല്ലാതെ അവർക്ക് അപ്പൊ അറിയില്ല. ഞാൻ അറിയാതിരിക്കാൻ ചിലപ്പോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണോ നമുക്ക് വാശി പിടിക്കാൻ പറ്റൂലല്ലോ. അതുമല്ല, വിമർശനങ്ങൾ വരുമ്പോഴേ നമുക്ക് അവിടെ ഒരു സാധനം ഉണ്ടെന്ന് അത് മാറ്റാനും അപ്പൊ നമുക്ക് ഒരു ആവേശം കൂടും. ഇങ്ങനെ ഒരു അല്ലാണ്ട് ഞാൻ വിമർശനത്തിന്റെ പുറകിലൊന്നും പോവാറില്ല. അത് അവിടെ ഒരു തളർത്തിയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ചോദിക്കണ പോലെ ഒരു ജനപ്രതിനിധി ആദ്യമായിട്ട് വരുമ്പോ തന്നെ അവർക്ക് കോടാനുകൂടി സ്വത്തും കുറെ വീടും, അല്ല അതാണ് പറഞ്ഞത്, കുറെ വീടും പിന്നെ കുറെ സ്വത്തും ഭൂസ്വത്തും കുറെ സമ്പാദ്യം ഉണ്ടാക്കാന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ആളുകൾക്ക്. അത് തെറ്റാണെന്നാണ്. കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോ എനിക്ക് എല്ലാ കൗൺസിലർമാരെ അറിയാം. ഒരുപാട് സാമ്പത്തികമുള്ള കൗൺസിലർമാരൊക്കെ അവർക്ക് പാരമ്പര്യമായിട്ടുള്ള സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതെ എല്ലാവരും പ്രാരബ്ധക്കാരാണ്. എനിക്കറിയാലോ അവിടെ ഇരിക്കണുണ്ട്. ഇന്നും അന്നത്തെ അതൊരു മനോഭാവമാണ്. അതായത് കൗൺസിലറായിട്ട് വരുന്ന എല്ലാവരും ഇങ്ങനെ അങ്ങനെ സമ്പാദ്യം എവിടെ നിന്ന് വന്നൊന്നും അറിയില്ല. അതാണ് ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ചെറിയൊരു വിഷമം. കാരണം നമ്മൾ ഇത്ര സത്യസന്ധമായി നിൽക്കുമ്പോഴും ഈ ഫീൽഡിൽ അങ്ങനെ വരുമ്പോ ഇനി വരുന്നവർക്കൊക്കെ കൂടി അതൊരു പ്രശ്നമാണ്. ചിലപ്പോ ഇല്ലാന്നല്ല, എല്ലാവരും എല്ലാ മേഖലയിലും ഉണ്ടാവാം. എല്ലാവരും ഒരു കാഴ്ചപ്പാടിൽ കാണരുത്. അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയ വിഷമം ഉണ്ടാവും. ചിലപ്പോ എല്ലാവരും പറയും എനിക്ക് 4 വീടായി അങ്ങനെ ആയോ. അല്ല, എനിക്ക് ഒരു വീടായത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു 1.5 സെന്റിൽ ഒരു വീടാണെങ്കിലും എനിക്കത് PMAYന്റെ പൈസ എടുത്ത് ചെയ്യാനും, ഞാനൊരു ഡെപ്യൂട്ടി മേയർ ആയിരിക്കുമ്പോ എനിക്കത് ചെയ്യുമ്പോ എല്ലാരും പറഞ്ഞു എന്തിനാണ് അങ്ങനെ ഒരു, ഞാൻ അർഹതപ്പെട്ട പൈസ.
അതെന്ത് ഞാൻ വെറുതെ വേണ്ടാന്ന് വെച്ച് വേറൊരു വഴിയിൽ മേടിക്കണേക്കാളും നല്ലത് എനിക്ക് അർഹതപ്പെട്ട പൈസ മേടിച്ച് ചെയ്യണത്. പിന്നെ ഒരുപാട് പേര് എന്നെ അറിയണവര് ഡെപ്യൂട്ടി മേയറിന് വീടില്ല എന്നുള്ളൊരു എല്ലാവർക്കും എന്നാലും PMA വഴിയിലാണ് ഡെപ്യൂട്ടി മേയർക്ക് വീട് കിട്ടിയെന്ന് ഒരുപാട് പ്രതീക്ഷയാണ്. അൻസിയുടെ ജീവിതം എടുത്താൽ തന്നെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ജീവിതമാണ്. കാരണം കുടുംബശ്രീയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ കുടുംബശ്രീയിലുള്ള ഒരുപാട് പേർക്ക് ഇപ്പൊ അച്ഛയെ സംബന്ധിച്ചെല്ലാം സംസാരിക്കാൻ അറിയാം. സംസാരിക്കാൻ അറിയാത്തവർക്ക് പോലും എനിക്ക് സ്ഥാനം കിട്ടി അതുണ്ട്. അത് കാരണം ഞാന് കൗൺസിലറായി വന്നപ്പോ അംഗനവാടിക്കാരൊക്കെ വരലാണ് ടീച്ചറിന്റെ ഉണ്ടാമോളെ അല്ലെങ്കിൽ ഹെൽപ്പർമാര് വീട്ടിലിരിക്കണ ഇത്തിരി ഹെൽപ്പർ എന്ന് പറയുമ്പോ അറിയാലോ ചിലപ്പോ ടീനേജ് അല്ല ഒരു 40-38 വയസ്സ്. അപ്പൊ അവരെല്ലാവർക്കും ഭയങ്കര ഒരു ആവേശം വരുന്നു. എല്ലാവരും വരും. അതുപോലെ ടെമ്പററി ആയിട്ട് ഞാൻ എല്ലാവർക്കും ഒരു 18ഓളം ആളുകളെ തന്നെ 6 മാസം അങ്ങനെ കയറ്റിയിട്ടുണ്ട് നമ്മുടെ ഡിവിഷനിൽ തന്നെ. അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതെപ്പോഴും അവര് പറയും ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലിരുന്നിട്ട് പിന്നെ അവർക്ക് ഒരു പുറലോകമായിട്ട് ബന്ധമില്ല. പക്ഷെ അങ്ങനെ കിട്ടിയപ്പോ അവരെല്ലാവരും സ്ഥിരമായി 7 പേരോളം നമ്മുടെ ഡിവിഷനിൽ അംഗനവാടി ടീച്ചർമാര് സ്ഥിരമായി. അത് നമ്മുടെ പ്രദേശത്തുള്ളവർ തന്നെയാണ്, എന്റെ ഡിവിഷനിലുള്ളവരാണ്. അപ്പൊ എനിക്കത് ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു നിയമനം കൊണ്ടുവരാൻ പറ്റിയതും. അതും നമ്മുടെ ഡിവിഷനിലുള്ളവർക്ക് ജോലി സാധ്യത ഉറപ്പുവരുത്തി. അവരൊരു സ്ത്രീകളാണെങ്കിലും അവർക്ക് ഇനി മുമ്പോട്ട് അപ്പൊ അതിനെല്ലാം പ്രചോദനമായത് ഞാൻ. ശരിക്കൊരു സ്ത്രീ ശാക്തീകരണം എന്നൊരു എക്സാമ്പിൾ എടുത്ത് അല്ലെങ്കിൽ സ്റ്റോറി ചെയ്യണമെങ്കിൽ കാണിക്കാം. അത് കുടുംബശ്രീ പോകുമ്പോഴും എല്ലാവരും ഭയങ്കര ആവേശത്തോടുകൂടി നമ്മളെ വിളിക്കുമ്പോ അവര് പറയും ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അത് ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്. കാരണം ഒരു NHG കുടുംബശ്രീന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആവാൻ പറയുമ്പോ നമ്മൾ പുറകിലോട്ട് മാറും. അതെ അല്ലെ? ആദ്യമൊക്കെ ഞങ്ങളില്ല, ഞങ്ങളെ വിളിക്കില്ല, ഒക്കെ ഒന്നും അറിയാത്തതാണ് എന്ന് പറയും. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയൊരു കസേരയില്. ആ യാത്ര എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ അത് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഭയങ്കര ഈസി ആയിരുന്നോ അതോ കഷ്ടപ്പെട്ടോ? ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ തുടക്കത്തിൽ ആ യാത്ര ഒന്ന് ചെറുതാക്കി ചുരുക്കി പറയാം. തുടക്കത്തില് അത്ര അറിയാലോ, ഇപ്പൊ എല്ലാരും മിനി ഇന്ത്യ, മിനി മലപ്പുറം എന്നൊക്കെയല്ലേ നമ്മുടെ 5ാം ഡിവിഷൻ അവര് പറയണത്. അങ്ങനെയൊക്കെയാണ്. അവിടെ ഒരു സാധ്യത കണ്ടിട്ടല്ല നിന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് നിക്കാന് പറഞ്ഞപ്പോ നിക്കാം എന്ന് തോന്നിയപ്പോ എല്ലാരും പറഞ്ഞു പാർട്ടി ചിഹ്നത്തിലല്ലേ മത്സരിക്കണം, തോറ്റുപോയാലും നമുക്ക് അങ്ങനെ വലിയൊരു പ്രശ്നം വരാനില്ല, നിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്. ഇതിങ്ങനത്തെ ഒരു ഇതാണെന്നൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അറിയില്ല. പുതിയൊരു ലോകമാണ്. നമ്മള് ചെറുപ്പം നമ്മളെ ഇലക്ഷന് ഇതൊക്കെ വരുമ്പോ അവിടെ നിന്ന് കാണും. പിന്നെ ഇലക്ഷൻ വോട്ട് ചെയ്യുമെന്നല്ലാണ്ട് നമുക്ക് വേറൊന്നും അന്വേഷിക്കാറുമില്ല. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നല്ലോ നമ്മളൊക്കെ. നമുക്കറിയാം മുസ്ലിമിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായം നേരത്തെ കല്യാണം കഴിഞ്ഞു, പിന്നെ കുട്ടികളും വീടുമായിട്ടല്ലാണ്ട് വേറൊരു ലോകവും ഇല്ല. അങ്ങനെ ഇരിക്കണായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ള സ്വപ്നത്തിൽ പോലും ആരും പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിക്കാത്ത. അല്ല, ഇങ്ങനത്തെ ഒരു കാര്യം ആരും എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. ഇലക്ഷന് കഴിയണവരെ ഞാൻ അറിഞ്ഞിട്ടുമില്ല ഇങ്ങനെ ഒരു സംഭവം. അതെനിക്ക് ഇലക്ഷന് റിസൾട്ട് വന്നതിന് ശേഷമാണ്. അല്ല, ഇങ്ങനെയാണ് ഡെപ്യൂട്ടി മേയർ, അങ്ങനെ വരുമ്പോ ഇങ്ങനെ വരും, വരും അല്ലെങ്കിൽ വനിത വരും എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് വോട്ടാണ് 2 ദിവസം മുമ്പ് ഇങ്ങനെ ആരോ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ CPI ഒന്നും ആരും ഇല്ലെങ്കിൽ ചിലപ്പോ അതിനെ നമ്മള് ജയിക്കൂലല്ലോ, ജയിച്ചാലല്ലേ. പ്രതീക്ഷ ഇലക്ഷന് നേരിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ എനിക്കൊരു ചെറിയ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും നമ്മൾ അത്രത്തോളം ഒരു സ്വീകാര്യത തന്ന് സപ്പോർട്ട് തന്ന്. എന്നെ അറിയാത്ത ഒരാളെന്നുള്ള രീതിയിലായിരുന്നില്ല എല്ലാവരും. എന്നെ എന്തോ അറിയണ ഒരു ഇതുപോലെ കണ്ടപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിക്കും. പിന്നെ 2 ആഴ്ച ജയിക്കണം എന്നായി. കാരണം നമ്മളെ കൂടെ വർക്ക് ചെയ്യണവരൊക്കെ ആ പ്രതീക്ഷയും ആവേശവും കണ്ടപ്പോ നമുക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ജയിക്കണം. അല്ലാണ്ട് ഞാൻ ജയിച്ചു വന്നോ എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. ആ പ്രസ്ഥാനത്തിന് ജയിക്കണം. കാരണം അവരത്രയും ബുദ്ധിമുട്ടിയിട്ട് നമുക്കൊരു 5ാം ഡിവിഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ 22 വോട്ടാണെങ്കിലും അതെനിക്ക് 2 ലക്ഷം വോട്ടാണ്. അങ്ങനെ ഇതിലോട്ട് വന്ന് പിന്നെ ആദ്യം ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. എങ്ങനെ ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകും, രണ്ടും കൂടി ഡിവിഷനും കൊണ്ടുപോകണം, ഇതും കൊണ്ടുപോകണം. ഒഫീഷ്യലായിട്ട് ഒരു ഓഫീസ് കൈകാര്യം ചെയ്യണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു 800 കോടിന്റെ ഒക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയണില്ല എങ്ങനെയാണെന്ന്.
പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എനിക്കിപ്പോ നമ്മുടെ ഡിവിഷനിലൊക്കെ കുറച്ച് ചെറിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് 74 ഡിവിഷനിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ അതാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം. അതെല്ലാ ആളുകളെല്ലാവരും നമ്മൾ ഓരോ മനോഭാവത്തിൽ കണ്ടാൽ നമ്മൾ ആകെ തളർന്നു പോയി. പക്ഷെ ഡിവിഷനിൽ ഇപ്പൊ മേയർ ആണെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, കൗൺസിലർമാർ എല്ലാവരും സപ്പോർട്ട്. പിന്നെ എന്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ 10 പേര്. ഓഫീസേഴ്സ് എങ്ങനെയായിരുന്നു? എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. പക്ഷെ പിന്നെ ചെറിയ അറിയാലോ, എല്ലാ മേഖലയിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള്. പിന്നെ പ്രതിസന്ധിയെ നേരിട്ട് ഇവിടം വരെ എത്തിയതാണ് എനിക്ക് സന്തോഷം. അത് 5 വർഷം വെറുതെ ആയി പോയില്ല. വ്യത്യസ്ത രീതിയിൽ അഭിപ്രായങ്ങളുള്ളവരും വ്യത്യസ്ത സ്വഭാവ രീതി ഉള്ളവരും ഒക്കെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നിന്നാണ് സമൃദ്ധി ഇപ്പൊ ഇത്രയും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായി മാറി. മേയർ എപ്പോഴും പറയുന്ന പോലെ ഇനി അവരാണ് സമൃദ്ധി നടത്തേണ്ടത്. നമ്മൾ ആദ്യം എല്ലാ ഹെൽപ്പിനും അവർക്ക് ഉണ്ടായിരുന്നു. ഇനി അവര് നടത്തണമെന്ന് പറയുമ്പോ അവര് ഇപ്പൊ വാർഷികം, നമ്മുടെ ഡെപ്യൂട്ടി മേയർ സമൃദ്ധിയിലുണ്ടെങ്കിൽ കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ നമ്മള് ഈ സമൃദ്ധിയില് നമുക്ക് കുറെ ഇടപെടാനുമില്ല. മേയർ പറഞ്ഞല്ലോ, അവരാണ് ഇനി അതിന്റെ കസ്റ്റോഡിയൻ, അവരാണ് ഇനി എല്ലാം ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഒരു കൈത്താങ്ങായി നിക്കാന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഇനി അത് കെട്ടിപ്പടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്കൊരു പ്രചോദനം. നിങ്ങളിപ്പോ ഈ ഉദ്ഘാടന വേളയിലൊക്കെ ഒരുപാട് പേര് അവിടെ കാണാൻ വരുമ്പോ ഡെപ്യൂട്ടി മേയറൊക്കെ തന്നെയാണ് സെർവ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ 3ാമത്തെ വർഷം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ അവരെന്നെ വിളിച്ചേ ഉള്ളൂ, ഡെപ്യൂട്ടി മേയർ ഞങ്ങളെ വാർഷികമാണ് 8ാം തീയതി വൈകിട്ട് 5 മണിക്ക്. അപ്പൊ അവരുടെ ആ സന്തോഷം. അതെ. അപ്പൊ ഞാനിപ്പോഴും ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലൊക്കെ പറയും, ഒരു കുടുംബശ്രീ എന്ന് പറയുമ്പോ വെറുതെ ഒരു ലിങ്കേജ് ലോണും ത്രിഫ്റ്റുമായിട്ട് ഒതുങ്ങരുത്. അത് ഒരു ചെറിയ സംരംഭമാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം മട്ടാഞ്ചേരി ഫോർട്ട് വെച്ച് പള്ളുരുത്തി ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ലിങ്കേജ് ലോൺ എന്ന് പറയുമ്പോൾ ആ ലിങ്കേജ് ലോൺ നമുക്ക് എല്ലാം അവരോട് ബുദ്ധിമുട്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്പൊ ഞാനിപ്പൊ പക്ഷെ ഒരുപാട് പേർക്ക് മാറ്റുണ്ട്. ഇപ്പൊ അവരെല്ലാവരും സംരംഭം തുടങ്ങണം. ഇപ്പൊ നമുക്ക് തന്നെ നഗരസഭയിൽ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. സംരംഭം തുടങ്ങുമ്പോ എങ്ങനെയാണ് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ലോൺ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്സിഡി, എല്ലാത്തിനും വേണ്ടി ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് നമുക്ക് കോർപ്പറേറ്റ്. അപ്പൊ അവർക്ക് വന്ന് നോക്കാം. അവർക്ക് എല്ലാവർക്കും സംരംഭം തുടങ്ങുമ്പോൾ ആദ്യമുള്ള പേടി ലോണാണ്. ഇത് ലോൺ നമുക്ക് കിട്ടുമോ? അതെ. അല്ലെങ്കിൽ ഒരു കെട്ടിടം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ വാടക എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ അയൽക്കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തോരം ഇത് വന്ന് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കല്, പിന്നെ ഏതൊരു അപ്പൊ എല്ലാ ട്രെയിനിങ്ങിന് എല്ലാവരും ഇപ്പൊ പോവാറുണ്ട്. അപ്പൊ കുടുംബശ്രീ എടുത്ത് നോക്കിയാലും അവരെല്ലാവരും ഇപ്പൊ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ അവന് എല്ലാവർക്കും പാഷൻ കണ്ടെത്താൻ അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ട്. അതാണ് ഇപ്പൊ എല്ലാവരും ഇപ്പൊ സ്ത്രീകളാണെങ്കിലും എവിടെയെങ്കിലും ജോലി ഉണ്ട്. ഇപ്പൊ വാട്ടർ മെട്രോന് നമുക്ക് അവിടെ എന്തെങ്കിലും ക്ലീനിങ് ആണെങ്കിലും നമുക്ക് കിട്ടുമോ? അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇനി അതൊന്നും വേണ്ട. കോർപ്പറേഷൻ ഞാനിപ്പോ പറയണ പോലെ കോർപ്പറേഷൻ സാക്ഷരത, തുല്യത, എക്സാം എഴുതാൻ തന്നെ എല്ലാവർക്കും പഠിക്കണം, മുമ്പോട്ട് വരണം എന്നൊക്കെ ഉള്ളൊരു ആവേശമാണ് ഇപ്പൊ എല്ലാവർക്കും. അതിൽ തന്നെ ഇപ്പൊ എല്ലാരും +1 +2 തന്നെ 80ഓളം പേര് ഇപ്പൊ എഴുതുന്നുണ്ട്. അതിന്റെ വാർഷികത്തിന് ഉദ്ഘാടനങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കണേ, ഇനി എന്തെങ്കിലും മനസ്സിലുണ്ടോ മട്ടാഞ്ചേരിക്ക് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ പടിയിറങ്ങാൻ പോവാണ്? അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വഖഫിന്റെ പ്രശ്നമാണ്. വഖഫിന്റെ ഭൂമിയിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു രേഖയും ഇല്ല. അതുകൊണ്ട് കോർപ്പറേഷൻക്ക് അവരൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമമുണ്ട്. ഞാൻ കയറിയ ഉടനെ തന്നെ ഞാൻ കത്തൊക്കെ അയച്ചതാണ് അവർക്ക്. വഖഫിന്റെ ഇപ്പൊ വഖഫിന്റെ നിയമങ്ങളൊക്കെ മാറ്റം വന്നു. പണ്ടത്തെ പോലത്തെ ഒരു ഇടപെടൽ നമുക്ക് സാധ്യമാവും. അങ്ങനത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും അവരവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ ഒരുപാടുള്ള ഡിവിഷനാണ് നമ്മുടെ. എനിക്ക് തോന്നുന്നു പുറമ്പോക്കുകൾ ഉള്ള പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികമില്ല. പുറമ്പോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റെടുക്കാം. കോർപ്പറേഷനിക്ക് നമുക്കത് ഏറ്റെടുത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ ഇതെല്ലാം ട്രസ്റ്റിന്റെ കീഴിലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ തുരുത്തിട്ടവരൊക്കെ പോലെ നമുക്കൊരു മട്ടാഞ്ചേരി അത് നമുക്ക് ഉണ്ടാക്കി. ഇപ്പൊ കെട്ടിടങ്ങളുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞ ഇപ്പൊ നമുക്ക് എല്ലാവരും ആദ്യം 5 ഡിവിഷൻ ഒരു വിമർശനം തന്നെ മട്ടാഞ്ചേരി പാർക്ക്, പിന്നെ ബോട്ട് സർവീസ് ഇല്ല, കമ്മ്യൂണിറ്റി ആള് ശരിയാക്കുന്നില്ല, അങ്ങനെയൊക്കെ കുറെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പോസിബിൾ ആക്കിയ കൗൺസിലാണ്. അതിപ്പോ മേയർ ആയാലും ഡെപ്യൂട്ടി മേയർ ആയാലും നിങ്ങളുടെ എല്ലാ കൗൺസിലും രാഷ്ട്രീയം ഒന്നുമില്ല, പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിന്ന്
മനോഹരമാക്കിയിട്ടുണ്ട് അല്ല. അതില് ചുക്കാൻ പിടിക്കുന്ന രീതി എന്ന് പറഞ്ഞാല് മേയർ, ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിൽ വലിയൊരു പങ്ക്, വലിയൊരു റോള് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പക്ഷെ അതാരും തരാൻ തയ്യാറാവുന്നില്ല. എന്തായാലും ഞങ്ങൾ തരുന്നു. പിന്നെ ഞങ്ങളിപ്പോ കമ്മ്യൂണിറ്റി ഹാള് നിർമ്മാണോദ്ഘാടനമാണ് 2 ദിവസത്തിനുള്ളിൽ. അത് ഇപ്പൊ ടെൻഡർ ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഡിവിഷന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി കെ മുഹമ്മദ് കമ്മ്യൂണിറ്റി ഹാൾ 5ാം ഡിവിഷന്റെ കമ്മ്യൂണിറ്റി ഹാള് അറിയാലോ. നമുക്ക് 4ാം ഡിവിഷന്റെ ആളുകളെ, ബിഗ് ബെൻ ഹൗസിന്റെ ആളുകളെ അതെ പുനരധിവസിപ്പിച്ചപ്പോഴും കുറെ വിമർശനങ്ങൾ എനിക്ക് തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ നമ്മുടെ ഡിവിഷനില് അവർ വേറെ ഡിവിഷനിലെ ആൾക്കാർ നമ്മുടെ ഡിവിഷനിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ നമുക്കൊരു മാനസിക പരിഗണന അനുസരിച്ച് എലക്ഷൻ നമ്മുടെ കൊറോണക്ക് ശേഷം എനിക്ക് അവരെ ഇറക്കി വിടാൻ പറ്റിയില്ല. നമ്മളെങ്ങനെ അവരെ ഇറക്കി വിടണം? ഒരു 5 കുടുംബം അവിടെ താമസിക്കുമ്പോൾ പിന്നെ അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുമ്പോൾ ഒരു ഹാളിന് വീടിന്റെ അത്ര സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അവിടെ അതിന്റെ പരിമിതികളെ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും ഞാൻ അത് എല്ലാവരുടെയും ചെവിക്കൊള്ളാണ്ട് അവരവിടെ തന്നെ സേഫ് ആക്കി വീട് പണി കാര്യമല്ലേ. വേറൊരു ഡിവിഷനിലെ ആൾക്കാരെ മറ്റൊരു ഡിവിഷനിലേക്ക് അത് ഡെപ്യൂട്ടി മേയറുടെ പദവി ഉള്ളത് കൊണ്ടിട്ട് അവിടെ പുനരധിവസിപ്പിക്കുന്നു. മനുഷ്യത്വത്തിന് പോലും വിമർശനം ഏറ്റുവാങ്ങുന്നു. അതിലൊരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഡിവിഷൻ, കാരണം അത് വിമർശനം എന്ന് പറയുമ്പോ വേറൊരു കാര്യം കൂടി, നമുക്ക് അങ്ങനെ ചെറിയൊരു വാടകയില് ഒരു കല്യാണം നടത്താനുള്ള ഒരു ഹോളും കൂടിയാണ് അത്. എന്ന് വെച്ചാല് വേറെ അത്രയും ഒരു ഭീമമായ തുക കൊടുത്ത് അവർക്ക് ഒരു ഹോൾ എടുക്കാനുള്ള ടൗൺ ഹാള്, പിന്നെ അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോളിനെ ആശ്രയിക്കണോണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷെ അവര് നമ്മളെ ഇറക്കി വിടാതെ അവരുടെ ഭവനം പൂർത്തീകരിക്കണ വരെ അവിടെ സേഫ് ആക്കി കൊടുത്തു അവരെ. പിന്നെ അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ അതിന്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തു. ഇപ്പൊ ടെൻഡർ നടപടിയിലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും അത് പണിയൊന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പേപ്പർ വർക്കാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഡിവിഷന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും. ചോദിക്കാൻ വിട്ടൊരു കാര്യമുണ്ട്, കുടുംബത്തിന് മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ? ഇല്ല, അങ്ങനെ മിസ് ഒന്നും ചെയ്യണില്ല. ഞാൻ എന്ത് സമയം കിട്ടിയാലും ഞാൻ വീട്ടിൽ തന്നെയല്ലേ, നമ്മൾ വേറെ എവിടെയൊന്നും ഇല്ല. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ കുടുംബം, അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇവിടം വരെയെങ്കിലും എത്തി. വെച്ചാല് പുതിയൊരു വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ലേ നമ്മൾ പുറത്തോട്ട് പോകണം. അപ്പൊ കുട്ടികളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ. പിന്നെ ഡിവിഷനിൽ അറിയാലോ, ബ്രദർ അനൂപ് ഓടി നടന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ കുടുംബത്തിന് സപ്പോർട്ടും കൂടി ഉണ്ട്. അതുണ്ട്, കുടുംബത്തിന്റെ ഉണ്ട്. നമുക്ക് പുറത്തും എല്ലാ സപ്പോർട്ട് ഉണ്ട്. നമ്മൾ കാണുമ്പോ എല്ലാവരും എവിടെ നിന്നാലും ഒരു സ്വീകാര്യത ഉണ്ട്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. വെച്ചാല് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ഒരു കൗൺസിലറായി എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പോ തന്നെ ആളുകൾ മാറിപ്പോണവരുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു പേടി. ഒട്ടുമിക്ക അൻസിയുടെ അഭിമുഖത്തിലും ആൾക്കാർ ചോദിക്കുന്നത് അതാണ്. അതെ അതെ, മാറ്റങ്ങളുണ്ട്. പക്ഷെ അൻസിയ അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ എല്ലാവരോടും അങ്ങനെ തന്നെ. ഇപ്പൊ കോർപ്പറേഷനിലാണെങ്കിലും ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വന്നിരുന്നാ കാണാം. എന്റെ റൂമിൽ എല്ലാവരും വന്നിരുന്ന അവരെന്നോട് ഡെപ്യൂട്ടി മേയറായിട്ടല്ല കാണുന്നത്. നമ്മളെല്ലാവരും ഒന്നായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുമ്പോട്ടാണ്. അല്ലാണ്ട് ഇപ്പൊ ഒരാളുടെ വർക്ക് ഫയൽ വരുമ്പോ അല്ലെങ്കിൽ ഈ വർക്ക് ഇത് വേണ്ട കൊടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ച കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കൊരു. അപ്പൊ നമ്മളെല്ലാവരും എല്ലാ കൗൺസിലർമാരും ഇതേപോലെ കഷ്ടപ്പെടുന്നവരാണെന്ന് നമുക്കറിയാലോ. അവിടെ രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് കൗൺസിലർമാർക്ക് ഫണ്ട് കൊടുക്കാനും പിന്നെ അവർക്ക് അവരുടെ ഡിവിഷൻ ആ ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. എല്ലാ കൗൺസിലർമാരും നല്ല വർക്കുകളാണ് എല്ലാം. ഇപ്പൊ പറയാനുണ്ടോ ഡിവിഷനിലെ നിവാസികളോട്? അവര് ആദ്യമൊക്കെ കുറെ വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവര് തന്ന സപ്പോർട്ടല്ല ഞാൻ ഇതേപോലെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത്. അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. അവരാണ് എന്നെ ഇങ്ങനെ ഒരു സ്ഥാനത്തിലോട്ട് എത്തിച്ചത്. ഡെപ്യൂട്ടി മേയർ തന്നെ 2ാമതാണ്. ഇവിടെ നിന്ന് ഒരു ജയമില്ലെങ്കിൽ നമുക്ക് നഗരസഭയിലോട്ട് കാലെടുത്ത് കൂത്താൻ പറ്റൂല. കുടുംബശ്രീ വന്നതാണല്ലോ. സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? സ്ത്രീകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ADS ഹോളിന്റെ നവീകരണം ഒക്കെ നല്ല രീതിയിൽ. ഇപ്പൊ അവിടെ ADS ഹോൾ ഉണ്ടായിരുന്നെങ്കിലും ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് ടോയ്ലറ്റ് ആണ്. അപ്പൊ ഇപ്പൊ ടോയ്ലറ്റ് പണിതു. ADS ഹോളിന്റെ അകത്ത് ടോയ്ലറ്റ് പണിത്. ഇപ്പൊ ഒരു ക്യാബിൻ പണിതിട്ടുണ്ട്. കാരണം ഇനി ഒരു ADS ചെയർപേഴ്സണിക്കോ അല്ലെങ്കിൽ ഇനി കൗൺസിലർമാർക്കോ വന്നാലും ഓഫീസ് പോലെ ഒരു ക്യാബിൻ പണിതു. പിന്നെ ADS ഹോൾ നന്നായിട്ട് നവീകരിച്ച് കംപ്ലീറ്റ് ഇതാക്കി കൊടുത്തു അവർക്ക്, സ്ത്രീകൾക്ക്. പിന്നെ ഇപ്പൊ വയോജനങ്ങൾക്ക് വേണ്ടി വയോമിത്രം ആണ്. ഞാൻ ഇലക്ഷനിൽ നിന്നപ്പോ എല്ലാവരും ഇവിടെ മരുന്നിന് വേണ്ടി വയോമിത്രം ഉണ്ടായിരുന്നില്ല. മട്ടാഞ്ചേരി ഹോസ്പിറ്റലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വയോമിത്രം നമ്മൾ കൊണ്ടുവന്നു. ഒരു വർഷത്തോളം അത് നല്ല രീതിയിൽ പോയി. പിന്നീട് ഈ കോവിഡ് ആയിരുന്നല്ലോ അതിന്റെ ഇടയിലൊക്കെ. അപ്പൊ അവർക്ക് വന്ന് മരുന്ന് വാങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് വയോമിത്രം ഇപ്പൊ തൽക്കാലം നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും വയോമിത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് വയോമിത്രം കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ വനിതാ ഫിറ്റ്നസ് സെന്റർ അംഗനവാടിയുടെ മുകളിൽ
എല്ലാം ടെൻഡർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വനിതകൾക്ക് വേണ്ടി തന്നെ വനിതകൾക്ക് വേണ്ടി ഫിറ്റ്നസ് സെന്റർ ചെയ്തിട്ടുണ്ട്. വിപണന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. പക്ഷെ അത് വിപണനം നമുക്ക് ചെയ്യാൻ വേണ്ടി ആളുകൾ തയ്യാറായി വരണം. സ്ത്രീകൾ അവർക്കെല്ലാം എപ്പോഴും ഞാൻ പറയാറുണ്ട്, 5 പേര് കൂടി എന്തെങ്കിലും സംരംഭം തുടങ്ങിയാലും നിങ്ങൾ വാടക ഇല്ലാണ്ട് ഈ കെട്ടിടം ഉപയോഗിച്ചു. പക്ഷെ എല്ലാവർക്കും ഈ ലോണിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അവരെല്ലാവരും പിന്നിലോട്ട് മാറുന്നത്. അപ്പൊ വനിതകൾക്ക് വേണ്ടിയൊക്കെ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ, ഇപ്പൊ അംഗനവാടി നിയമനം, പിന്നെ ഹരിതകർമ്മസേന, അതെല്ലാം വനിതകളാണ്. ഒരു ജോലി, അതെ അതെ, ഒരു ജോലിയാണ് എല്ലാവർക്കും ഏറ്റവും ഇപ്പൊ വേണ്ടത്. ഒരു കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം സ്ത്രീകളാണെങ്കിലും, അവർക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രതിസന്ധികൾ നടന്നു വന്ന് തുടക്കക്കാരി എന്ന നിലയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അനുഭവസ്ഥയൊക്കെ ആയി. ഇനിയിപ്പോ എന്ത് പ്രതിസന്ധി വന്നാലും പോട്ടെ, നമുക്കത് പരിഹരിക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു എനിക്ക് കുടുംബശ്രീ ശാക്തീകരിച്ചു ഒരു വീട്ടമ്മയെ, അങ്ങനെ പറയണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ. അപ്പൊ ഇനി ഒരു മത്സര രംഗത്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വിമർശനങ്ങളെ പ്രശംസകളാക്കി മാറ്റി ഇപ്പൊ ഡിവിഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നാട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ പടിയിറങ്ങാൻ നിൽക്കുന്ന 5ാം ഡിവിഷൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറും, അതിലൊരു ഡെപ്യൂട്ടി മേയർ അൻസിയക്ക് ചാനലിന്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതെ, അപ്പൊ എത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളും എന്നോട് ചോദിച്ച് ഇതേപോലെ ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ നിങ്ങളോടും എല്ലാം നന്ദി.